ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ വീണ്ടും വചനവുമായിട്ട് നമുക്ക് കുറച്ച് പേർക്ക് ദൈവസന്നിധിയിലായിരിക്കാനിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചന ഭാഗം ചിന്തിച്ചു. ഇന്നും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ദൈവവചന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ കൊണ്ട് തെറ്റിപ്പോകുന്നു എന്നുള്ളത് കർത്താവ് ഇന്നലെ വ്യക്തമാക്കുകയും അബ്രഹാമിൻ്റെയും ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആകുന്നു എന്ന് അരുളി ചെയ്തതുകൊണ്ട് അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ എന്ന് കർത്താവ് അവരെ അവിടെ വിവരിച്ചു കൊടുക്കുന്നത്. ഇത് കേട്ടിട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. തിരിച്ച് ഉത്തരവൊന്നും പറയാനുണ്ടായിരുന്നില്ല സദൂക്യർക്ക്. അതുപോലെ തന്നെ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ച സമയത്തും പരീശന്മാരോടും അതുപോലെ തന്നെ കർത്താവ് അവർക്ക് കൃത്യമായ ഉത്തരം കൊടുക്കുകയും അവർ ആശ്ചര്യപ്പെട്ട് അത് കേട്ട് ആശ്ചര്യപ്പെട്ടു അവനെ വിട്ട് പൊയ്ക്കളഞ്ഞു എന്നുമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പല നിലകളിൽ കർത്താവിനെ സംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കർത്താവ് ആരാണ് എന്ന് ഒന്ന് ഈ അവസാന ദിവസങ്ങളിൽ തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ കർത്താവ് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്, സാഹചര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നപ്പം നമ്മൾ ചിന്തിച്ചല്ലോ, ദൈവവചനത്തിൻ്റെ എസൻസ് തന്നെ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം എല്ലാ മനുഷ്യനും ഒരു ന്യായവിധി ഉണ്ടെന്നും എന്ന് മാത്രമല്ല, ഈ ദൈവത്തിന് കേവലം ഭൂമിയിലെ ജീവിതം മാത്രമല്ല, അത് മനുഷ്യൻ ഭൂമിയിലെ ജീവിതം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു നിലനിൽപ്പല്ല മനുഷ്യനുള്ളത് എന്നും തുടർന്ന് ദൈവത്തിന് നിത്യതയിൽ ഈ മനുഷ്യനോടുള്ള ബന്ധത്തിൽ പല പദ്ധതികളും ഉണ്ട് എന്നുള്ളതും, ഇതെല്ലാം പുനരുത്ഥാനത്തെയാണ് ആധാരമായിരിക്കുന്നത്, ശാരീരികമായ പുനരുത്ഥാനം എന്ന ദൈവവചനത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ. അപ്പം നമുക്കറിയാമല്ലോ, 1-ാമത്തെ നൂറ്റാണ്ടിൽ പല ആൾക്കാരും റൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, ഇന്നും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ മണ്ടത്തരങ്ങളൊക്കെ എങ്ങനെ പറയും? ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ഇന്ന് നടക്കുന്നത് പോലൊക്കെ അങ്ങ് മുന്നോട്ട് പോകത്തല്ലേ ഉള്ളൂ, അല്ലാതെ ഇനി കർത്താവ് വരും, രൂപാന്തരപ്പെടും, ശരീരം പുതിയതാകും എന്നൊക്കെ പറയുന്നതൊക്കെ എന്ത് മണ്ടത്തരമാണെന്ന് അപഹസിക്കുന്ന വ്യക്തികൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ദൈവവചനത്തിലെ ഒരു ഭാഗം ഇന്നലെ ഞാൻ പെട്ടെന്ന് ഓർത്തെങ്കിലും എനിക്ക് പറയാനായിട്ട് വിട്ടുപോയ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ തൻ്റെ സ്വന്തം സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. കാരണം താൻ യഹൂദൻ്റെ മര്യാദ പ്രകാരം തനിക്കുണ്ടായിരുന്ന 7 ക്രെഡൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷം അതൊക്കെ ചപ്പന്നും ചവറന്ന് എണ്ണുകയും ക്രിസ്തുവിൽ താൻ അറ്റൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന 7 ലക്ഷ്യങ്ങളെക്കുറിച്ച് തുടർന്ന് നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുകയും അതിൻ്റെ അവസാനം, ആ ലക്ഷ്യങ്ങളുടെ അവസാനം പറയുന്നത്, അങ്ങനെ ഏത് വിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ സകലവും ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് പരിചിതമാണല്ലോ. അതിൻ്റെ അവസാനമാണ് വായിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കർത്താവായി വരും, നമ്മുടെ കർത്താവായി വരും എന്ന പ്രത്യാശയോടുകൂടെ നമ്മൾ കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് പറയുന്നത് തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് എന്ന് പ്രത്യേകം അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട്. കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോഴും 1-ാം അധ്യായത്തിൽ നമുക്കത് 1-ാം അധ്യായം 15-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാനായിട്ട്, ഏതുവിധ ശരീരത്തോട് ഉയർക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അവർക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പം കർത്താവ് അവരോട് പറഞ്ഞതും അതുതന്നെയാണല്ലോ, നിങ്ങൾക്ക് ദൈവവചനവും ദൈവശക്തിയെയും കുറിച്ച്. അപ്പോൾ ദൈവശക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ വെച്ചാൽ പലരുടെയും കൺസിഡറേഷൻ അനുസരിച്ച് അങ്ങനെ കാണാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ ബൈ ചാൻസിൽ അത് നടക്കും. പിന്നെ നമുക്ക് തന്നെ ഉറപ്പില്ല ദൈവമാണോ ചെയ്ത, വേറെ ഏതെങ്കിലും നിലവാരത്തിലാണോ കാര്യങ്ങൾ വന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അത് ദൈവമാണെന്നും പറഞ്ഞ് നമ്മൾ ഒരു 50-50 ആയിട്ട് നമുക്ക് 50% ഉറപ്പുള്ള കാര്യത്തിൽ 100% ആക്കി നമ്മുടെ നാക്കുകൊണ്ട് അത് ഒരു അത്ഭുതമാക്കിയൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ് സാധാരണഗതിയിൽ പരിചയമുള്ളതായിട്ടുള്ള കാര്യം. എന്നാൽ ഇവിടെ പറയുകയാണ്, തൻ്റെ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ പോകുന്ന വ്യാപാര ശക്തിയെക്കുറിച്ചുള്ള പരിജ്ഞാനവും അറിവും കൂടെ
ഈ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം അത് അവിടെ ഉണ്ടാവണം. അവർക്കില്ലാതെ പോയത് വചനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുകയും ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് അറിയാതെ പോവുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യമാണല്ലോ. ജസ്റ്റ് ഞാനതൊന്ന് ഇന്നലത്തെ ചിന്തയോടൊന്ന് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഭാഗത്ത് കർത്താവിൻ്റെ ദാസൻ പ്രസക്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ മുഖവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആദ്യം കാണുന്നത് കർത്താവിനോട് ഇത്രയും നേരം ചോദിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം ഇപ്പം കർത്താവ് തിരിച്ച് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യവും, അതുപോലെ തന്നെ കർത്താവിൻ്റെ അടുത്ത് വന്ന ഒരു വ്യക്തി ചോദിക്കുന്ന ഒരു ചോദ്യവും നമുക്കറിയാം. നമ്മൾ ആദ്യം വായിക്കുന്ന ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ പല ദൈവവചന ഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരും. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ റിച്ച് യങ് റൂളർ എന്ന് പറയുന്ന ഒരു തലക്കെട്ട് സബ് ഹെഡിങ് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ കാണുന്ന ചെറുപ്പക്കാരൻ വന്ന് കർത്താവെ സകല കൽപ്പനകളും ഞാൻ നിവർത്തിക്കുന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കാം എന്നുള്ള ഉറപ്പ് മാത്രം എനിക്കില്ല, അതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ നിത്യജീവൻ എന്നുള്ള വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് മറ്റു പല സ്ഥലങ്ങളിൽ ലൂക്കോസിൽ ഇതേപോലുള്ള ഒരു ഭാഗം വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവദാസൻ അത് ഓൾറെഡി കോട്ട് ചെയ്തല്ലോ. 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതുപോലെ തന്നെ കർത്താവിനോട് കടന്നു വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്ക് കാണാം. അപ്പം ആ ധനികനായ ചെറുപ്പക്കാരൻ കടന്നു വന്ന് കർത്താവിനോട് അത് ചോദിച്ചെങ്കിലും ആ ന്യായപ്രമാണ പ്രകാരം അവൻ കുറവുള്ളവനാണ് എന്നും നല്ല ഗുരു എന്ന് വിളിക്കുമ്പോൾ തന്നെ നല്ല ഗുരു എന്ന് തന്നെ വിളിക്കുന്നത് എന്തിന്, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ വേറെ ആരുമില്ല എന്ന് പറയുകയും അതിലൂടെ വ്യംഗ്യമായിട്ട് കർത്താവ് പറഞ്ഞത് താൻ ആരാണെന്ന് പൂർണ്ണമായിട്ട് അംഗീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം. അത് അവിടെ മാത്രമല്ല, പുതിയ നിയമത്തിലെ പല സംഭവങ്ങളിലും നമുക്ക് അത് കാണാനായിട്ട് കഴിയും. നിക്കോദിമോസ് വന്ന് കർത്താവിനോട് പറയുകയാണ്, ഗുരു, നല്ല ഗുരു, കർത്താവ് നിന്നോടുകൂടെ ഇല്ല എങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുള്ളൊരു പുകഴ്ത്തലോടുകൂടെയാണ് കടന്നു വരുന്നത്. റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കർത്താവ് അതിനൊക്കെ ഉത്തരം കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് കർത്താവ് അതുപോലെ ഒരു ചോദിച്ചതിനല്ല പറയുന്നത്, വേറെ തിരിച്ച് ഒരു കാര്യമാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നും. എന്നാൽ കർത്താവ്, ഞാനവിടെ മനസ്സിലാക്കുന്നത്, അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഉപദേഷ്ടാവായിട്ട്, ഒരു ടീച്ചറായിട്ട്, അതുപോലെ ഒക്കെയുള്ള നിലകളിൽ കർത്താവിനെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദാവീദ് പുത്ര എന്ന് വിളിക്കുന്ന ആ വിളിയുടെ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായിട്ട് അവർ ഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ ഭാഗത്ത് അത് വളരെ വ്യക്തമായി. ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും പോലും അറിയത്തില്ലായിരുന്നു. എല്ലാവരും വിളിക്കുന്നത് ഞങ്ങളും വിളിക്കുന്നു എന്നുള്ള മറ്റൊരു പലരും വിളിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഇന്നത്തെ ഈ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ ദാവീദ് പുത്രനാണ് മശിഹ, അല്ലെങ്കിൽ ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് അവർക്ക് ശരിയായിട്ട് ഗ്രഹിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ എല്ലാവരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇതുപോലെ ഒരു ഭാഗമുണ്ട്. അവിടെ കർത്താവ് ഒരു വ്യക്തിയോട് ചോദിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഏതാണ് ന്യായപ്രമാണത്തിലെ പ്രധാനപ്പെട്ട കൽപ്പന? എനിക്കൊന്ന് 10-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറയുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുന്നെങ്കിൽ ലൂക്കോസ് 10-ാം അധ്യായം 25-ാം വാക്യത്തിലും ഇതുപോലെ ഉള്ള ഒരു ഭാഗം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. 25-ാം അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അപ്പം നമുക്കറിയാമല്ലോ, കർത്താവ് പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലും മറ്റ് ഇതര ദൈവവചന ഭാഗങ്ങളിലും വായിക്കുന്നത് പോലെ നിത്യജീവൻ എന്നുള്ള ഒരു കാര്യം ഡയറക്റ്റായിട്ട് പല സ്ഥലത്തും പറയപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് നിത്യജീവനെക്കുറിച്ചുള്ള ഒരു ചിന്തയും പ്രത്യാശയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും ആ നിത്യജീവനിലേക്കുള്ള വഴി ന്യായപ്രമാണത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മളിപ്പം വായിക്കുന്നുണ്ട്. ദൈവദാസൻ ഓൾറെഡി പറഞ്ഞു 613 കൽപ്പനകൾ. അതിൽ നമ്മൾ കാണുന്നത് അതിൽ രണ്ടായിട്ട് അതിനെ വേർതിരിക്കാമെന്ന് നമുക്ക് കാണാം. അതിൽ നെഗറ്റീവായിട്ടുള്ള ചെയ്യരുത് എന്ന് പറയുന്നത് 365 കൽപ്പനകളും, ചെയ്യണം എന്ന് പറയുന്ന പോസിറ്റീവായിട്ട് പറയുന്ന 248 കൽപ്പനകളും. അങ്ങനെയാണ് മൊത്തം 613 കൽപ്പനകൾ ആകുന്നതെന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പം 613 കൽപ്പനകളിൽ
അപ്പോൾ ചിലർ പറയുന്നത് ദൈവദാസൻ ആരോ, അത് പിന്നെ ഞാൻ ഗൂഗിൾ തപ്പിയപ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. 365 പ്രാവശ്യം ഭയപ്പെടരുതെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് 111 എത്രയോ പ്രാവശ്യമാണ് എന്ന് പിന്നെ ഗൂഗിൾ തപ്പിയപ്പം ഗൂഗിൾ പറയുന്നുണ്ട്. നമ്മളാരും മുഴുവൻ അത് തപ്പി നോക്കിയിട്ടില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി പറയാനും പറ്റത്തില്ല. എന്നാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇടയിലൊക്കെ പരിചിതനായ ഒരു ദൈവദാസൻ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുന്ന ഒരു കാര്യമായിരുന്നു 365 പ്രാവശ്യം ഭയപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാലും ഒരു ഭയപ്പെടരുത് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ 365 പ്രാവശ്യം ചെയ്യരുത്, അരുത് 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 എന്നുള്ള ആ കൽപ്പനകൾ, ഈ 10 കൽപ്പനയെ അവർ വ്യാഖ്യാനിച്ച് അതിനെ 613 കൽപ്പനകളാക്കി അതിനെ പറയുമ്പോൾ അതിന് 365 എണ്ണം എല്ലാ ദിവസവും അരുത് 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 എന്നുള്ള ഒരു കാര്യം അവിടെ പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും 248 കാര്യം പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇതിലൂടെ കർത്താവ് ഈ കാര്യങ്ങളിലൂടെ ഒക്കെ പറയാനായിട്ട് എന്താ ആഗ്രഹിച്ചത്, നിക്കോദിമോസിനോട് പറയാൻ എന്താ ആഗ്രഹിച്ചത്? അവിടെ എനിക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാൻ വെറും ഒരു ടീച്ചറോ, ഞാൻ വെറും ഒരു നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ കാണുന്ന ഒരു ഉപദേഷ്ടാവോ പ്രവാചകനോ മാത്രമല്ല, ഞാൻ ഒരു വ്യക്തിക്ക് പുതിയ ജീവൻ കൊടുക്കുവാൻ, അവന് നിത്യജീവൻ കൊടുക്കുവാൻ, അവന് വീണ്ടും ജനിക്കുവാൻ ഇടയായി തീരത്തക്കവണ്ണം, അവനൊരു പുതിയ സൃഷ്ടിയായി തീരത്തക്കവണ്ണം, അവനിലൊരു സമൂലമായ പരിവർത്തനം ആത്മാവിൽ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന കർത്താവാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ന് വരെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം എന്നാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് വന്ന ഒരു വ്യക്തിയല്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് തോമസിനോട് പറഞ്ഞതുപോലെ, അതേ നിലയിൽ ഈ ലോകത്തിൽ മനുഷ്യന്റെ പ്രയത്നം കൊണ്ടല്ല, കൃപയാൽ ഒരു വ്യക്തിയെ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക്, അവൻ വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുന്ന ഒരു അനുഭവത്തിലല്ല, മറിച്ച് അവൻ തികച്ചും ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ, ആത്മാവിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അനുഭവത്തിൽ അവനെ ആക്കി തീർക്കാൻ വന്ന മശീഹയാണ് എന്ന് തന്നെയാ കർത്താവ് ഈ ഇൻസിഡൻസിലൂടെ ഒക്കെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പലയിടത്തും പ്രതികരിക്കാൻ ഇടയായി തീരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം പലരും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ അല്ല കർത്താവിനെ സമീപിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. തൻ്റെ ക്രൂശീകരണത്തിന് ചില ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് കർത്താവ് ഈ കാര്യം പിന്നെയും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അത് മാത്രമല്ല, സത്യം മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തക്കവണ്ണം വ്യക്തമാക്കി കൊടുക്കുക. എന്നാൽ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയത്തില്ല, ഉറങ്ങുന്നവനെ ഉണർത്താവെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വചനമൊന്നും അറിയാത്തത് കൊണ്ടാണോ ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ട് എന്തോ അവർക്ക് അറിയാതുള്ളത്, അവർക്ക് തലനാരിഴ കീറി ഈ പ്രമാണങ്ങളുടെയൊക്കെ പല പല പ്രായോഗികതയും അപ്രായോഗികതയും, അല്ലെങ്കിൽ അതിനെ പല നിലകളിൽ വ്യാഖ്യാനിക്കാനും പഠിക്കാനും അതിൻ്റെ ഓരോരോ പ്രായോഗിക സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതൊക്കെ പറയാനുള്ള ബുദ്ധിയുണ്ട്. എന്നാൽ ഇത് എന്തുദ്ദേശത്തിന് വേണ്ടി ഈ ദൈവം ഇത് കൊടുത്തു, ദൈവം ഈ പ്രമാണങ്ങൾ കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഇന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഈ സകല സർവാംഗ ഹോമങ്ങളെക്കാളും അവിടെ അങ്ങനെയാണ് നമ്മൾ വായിക്കുക, സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് എന്ന് പറയുന്നത്. അപ്പം അവിടെ സർവാംഗ ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ കാണാൻ. ആലയത്തിൽ വെച്ച് ആ കർത്താവ് ഇത് പറയുന്നത്, ആലയത്തിൽ നിരന്തരം ഹോമങ്ങളും യാഗങ്ങളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞേക്കുന്നതും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന മർക്കോസ് സുവിശേഷം വായിക്കുമ്പം അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ എന്ന് അവിടെ എഴുതിയേക്കുക. അപ്പം നമുക്കറിയാമല്ലോ, ഒരു ദൈവം ഇവിടെ പറയുന്നത് ഒരു സ്നേഹം കർത്താവ് ഡിമാൻഡ് ചെയ്യും. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും ഒക്കെ ഈ ആവർത്തന പുസ്തകം 6-ന്റെ 4-ാം വാക്യവും 5-ാം വാക്യവും, അതുപോലെ തന്നെ ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുന്നത് ലേവ്യ പുസ്തകം 19-ന്റെ 18 പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം അവിടെ വ്യംഗ്യമായിട്ട് കർത്താവ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്, ഇതൊന്നും പ്രമാണിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കാനാ കർത്താവ് ഇത് പറയുന്നത് എന്ന് നമുക്കറിയാം. കാരണം നമുക്കറിയാമല്ലോ, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഒരു മനുഷ്യൻ സ്നേഹിച്ചാൽ പിന്നെ അവൻ ന്യായപ്രമാണം പ്രകാരം പെർഫെക്റ്റാ.
അത് പഴയ നിയമപ്രകാരം മാത്രമല്ല, പുതിയ നിയമപ്രകാരവും അവനത് പെർഫെക്റ്റ് ആകുമെന്ന് എൻ്റെ വിചാരം. കാരണം പുതിയ നിയമത്തിൽ അതിനേക്കാൾ വലിയൊരു കൽപ്പന പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്നെത്താൻ ചെന്നാൽ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്നേക്കാൾ അധികമായി വേറെ എന്തിനെങ്കിലും സ്നേഹിച്ചാൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ നമ്മളിവിടെ വായിക്കുന്ന ഇതേ കൽപ്പനയുടെ വേറൊരു വേർഷനാണ് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്. കാരണം അതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, അത് നമുക്കറിയാം. അത് ആദ്യം സ്നേഹിക്കണം എന്ന് പറഞ്ഞേക്കുന്നത് അഗപ്പാവോ അല്ലെങ്കിൽ ആ ദൈവസ്നേഹത്തെ ആ ഒരു നിലയിലാണ് അത് പ്രസന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും, ഒരു മനുഷ്യൻ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അവന് ആത്മാവുണ്ട്, മനസ്സുണ്ട്, അവന് മനസ്സിൽ തന്നെ ഇച്ഛാശക്തി, ഇമോഷൻ, ഇന്റലക്റ്റ്, വില്ല്, ഇങ്ങനെയുള്ള പല ഫാക്കൽറ്റി അവൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് ഉള്ള എല്ലാ റിസോഴ്സസും വെച്ച്, അവൻ്റെ ചിന്താമണ്ഡലം വെച്ച്, അവൻ്റെ ആത്മാവ് വെച്ച്, അവൻ്റെ ശക്തി വെച്ച്, അവൻ്റെ മനസ്സ് വെച്ച്, അവൻ്റെ ഹൃദയം വെച്ച്, വൈകാരികതയാണല്ലോ ഹൃദയം എന്ന് പറയുമ്പോൾ വികാരം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് പൂർണ്ണമായും സ്നേഹിക്കണം. അതിൽ വേറെ വല്ല വിട്ടുപോയിട്ടുണ്ടോ? അവിടെ ഒന്നും വിട്ടുപോയിട്ടില്ല. ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹവും കൽപ്പനയും പൂർണ്ണമായിട്ട് അവൻ എന്തൊക്കെ ഫാക്കൽറ്റീസ്, അവൻ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൻ ദൈവം നൽകിയിട്ടുണ്ടോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, അവൻ്റെ ആത്മാവും മനസ്സും ശരീരവും എല്ലാം വെച്ച് പൂർണ്ണ ഹൃദയത്തോടുകൂടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ അവരെ തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന് ഉറപ്പായിട്ട് പറയാൻ കഴിയും, എൻ്റെ കർത്താവേ, ഈ പ്രമാണത്തിൻ്റെ മുന്നിൽ തന്നെ ഞാൻ പരാജയപ്പെട്ടു പോകുക, എനിക്കത് പറ്റുന്നില്ല കർത്താവേ, എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല കർത്താവേ എന്നാണ് തിരിച്ചറിയേണ്ടത്. എത്രയോ ഭക്തന്മാരത് തിരിച്ചറിഞ്ഞു. പൗലോസ്ലിയുടെ ആ വിവരണങ്ങളൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നതാ. ആ റോമാലേഖനം 7-ാം അധ്യായത്തിലും മറ്റു പല ഭാഗങ്ങളിലും ഒക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രമാണത്തിന്റെ മുന്നിൽ പരാജയം പറയുകയല്ലാതെ, സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ആ ഭാഗം ഇന്ന് രാവിലെ വായിച്ചപ്പോഴേ എനിക്കൊരു രസകരമായിട്ടുള്ള ഒരു 19-18 വായിക്കുന്നത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് താഴത്തോട്ട് ചില കാര്യങ്ങൾ, നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവയാകുന്നു, കൂട്ടുകാരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്, കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. കൂട്ടുകാരൻ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തിട്ട് നീ ശാസിക്കാതിരുന്നാൽ അതിന്റെ കമ്മീഷൻ നിനക്കും കൂടെ കിട്ടും. അതുകൊണ്ട് അവനത് മാനസാന്തരപ്പെടത്തക്കവണ്ണം അവനെ ശാസിക്കണം, താല്പര്യമായി ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അപ്പൊ ഏത് നിലയിലാണ് സ്നേഹിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ചിലപ്പം ഈ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ കുടിപ്പിക്കുന്ന കാര്യവും ഒക്കെ ചിന്തിക്കുന്നത് അതും ഉണ്ട്. ആ കാര്യത്തിൽ ഒന്നും ഒഴിവൊഴിവില്ല. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്ന ആ കോണ്ടസ്റ്റ് അനുസരിച്ച് അത് മാത്രമല്ല ബാധകം, വളരെ വൈഡായിട്ടുള്ള ഒരു നിലയിൽ ആ വ്യക്തി ആത്മീയമായിട്ട് നിലനിൽക്കാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ മുന്നേറാനും ദൈവത്തെ അറിയാനും ദൈവ വഴികളിൽ നടക്കാനും തക്കവണ്ണം ഞാൻ എൻ്റെ സഹോദരൻ്റെ ഒരു കാവൽക്കാരൻ തന്നെ, അവനോട് പല കാര്യങ്ങളും പറയാനും പ്രബോധിപ്പിക്കാനും ബാധ്യസ്ഥനും കൂടെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുക, രണ്ടാമത് പറഞ്ഞേക്കുകയാണ്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എത്ര അത്ഭുതകരമായിട്ടുള്ളൊരു കൽപ്പനയാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യർ പോലും, വിശ്വാസികളായിട്ടുള്ള വ്യക്തികളല്ല അല്ലാത്തവർ പോലും, മറ്റു മനുഷ്യർ നിനക്ക് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നത് അവർക്ക് ചെയ്യുവീനെന്നുള്ള ആ വാക്യം എത്ര സെക്യുലറായിട്ടുള്ള സ്ഥലങ്ങളിലും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ട് പലപ്പോഴും എനിക്ക് സന്തോഷം വന്നിട്ടുണ്ട്. മറ്റുള്ളവർ നിനക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നീ അവർക്ക് ചെയ്യുവീൻ, അപ്പം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിപ്പീൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര കൃത്യമായിട്ട് ഈ 613 കൽപ്പനകൾ ഉണ്ടായത് എങ്ങനെ, അല്ലെങ്കിൽ റബ്ബിമാര് പറയുന്ന ഈ കൽപ്പനകളെക്കാൾ അധികമായിട്ട് ഉപകൽപ്പനകളും പല പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ചട്ടങ്ങളും ഒക്കെ വന്നതെന്താ? ഒരു കൽപ്പന ഇപ്പൊ വിശദീകരിച്ച് പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഇന്ന ഭാഗം അത് കവർ ചെയ്യുന്നില്ല, ആ ഭാഗം കൂടെ കവർ ചെയ്യത്തക്കവണ്ണം
അതിനോട് ഇച്ചിരി കൂടെ എന്ത് ചെയ്യണം, ഒന്ന് വിശദീകരിച്ച് കൊടുക്കണം. അങ്ങനെയാണല്ലോ ഇത് കൂടുതലായിട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമല്ലോ. അപ്പം അങ്ങനെ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഇതിനെ വ്യാഖ്യാനിച്ച് കർത്താവ് പോലും ഉദ്ദേശിക്കാത്ത നിലയിൽ എത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. എന്നാൽ ഇവർ പറയും ഇത്രയും കവർ ചെയ്യുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നല്ലോ. എന്നാൽ രണ്ട് കാര്യത്തിൽ ഇതിനെ എല്ലാം ഒതുക്കാം എന്നുള്ളത് ഇവിടെ മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ പല സ്ഥലങ്ങളിൽ പുതിയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്നതാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്നും എന്ന് മാത്രമല്ല, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും സർവാംഗ ഹോമങ്ങളും യാഗങ്ങളെക്കാളും സാരമേറിയത് എന്ന് നമ്മൾ വായിക്കുക. സർവാംഗ ഹോമങ്ങളെക്കാളും അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്താ? ഇത് നിനക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം നീ തിരിച്ചറിയുന്നില്ല. അവിടെ ആ ഗ്യാപ്പ്. ഇതിന് എന്നെ കൊണ്ട് പറ്റുന്നില്ല, പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. ഇന്നും നമ്മുടെ ഈ ക്ലബ് ഹൗസ് വേദികളിലും വീറോടെ വാദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആരാ പറഞ്ഞ ന്യായപ്രമാണം നിവർത്തിച്ചിട്ടില്ല എന്ന്? ന്യായപ്രമാണം നിങ്ങൾ എന്നെ മണ്ടത്തരവാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന ചില ആത്മാർത്ഥമായിട്ട് പറയുന്ന ആൾക്കാരെ തന്നെയാണ്. അവർ ആത്മാർത്ഥത ഇല്ലാതെ പറയുന്നതല്ല, വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഏത് മനുഷ്യനും അവൻ്റെ വിചാരങ്ങളെയും അവൻ്റെ ജീവിതത്തെയും ഒക്കെ അവനൊന്ന് പരിശോധിച്ച് നോക്കാൻ കഴിയുമെങ്കിൽ, ദൈവവചനവുമായിട്ട് ഉള്ള ബന്ധത്തിൽ പരിശോധിച്ച് നോക്കാൻ കഴിയുമെങ്കിൽ അവർക്കത് മനസ്സിലാകും. അവരെ കൊണ്ട് സാധിക്കുന്ന പണിയല്ല ഈ ചെയ്യുന്ന. അവർക്കിത് കഴിയത്തില്ല. ദൈവസഹായമില്ലാതെ ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയുകയില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് വരാൻ വേണ്ടിയാണ് ന്യായപ്രമാണം മുഖം നോക്കുന്ന ഒരു കണ്ണാടി പോലെ, ദൈവവചനം പോലെ അവരുടെ കുറവ് തിരിച്ചറിയത്തക്കവണ്ണം ആണ് അത് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ കർത്താവ് എത്ര വ്യക്തമാക്കി അവിടെ പറയുന്നു, കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നീ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ പറയുന്നെങ്കിലും ഇൻ എസൻസിൽ ഇത് വളരെ സിമ്പിളും വളരെ ലഘൂകരിച്ച് പറയാൻ കഴിയുന്ന നിലയിൽ ഇതിനേക്കാൾ കൂടുതൽ വല്ലോ കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ആ സ്നേഹത്തിന് സ്നേഹം ന്യായപ്രമാണത്തിൽ നിവർത്തിയാകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ ഒരു വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാനും സഹോദരനെ സ്നേഹിക്കാനും യോഹന്നാന്റെ ലേഖനത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പും ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പും, അത് 4ഉം 6ഉമായിട്ടുള്ള കൽപ്പനകൾ കാണുമ്പോഴും നമുക്ക് അവിടെ അത് കാണാനായിട്ട് കഴിയുമല്ലോ. സഹോദരങ്ങളോട് സോഷ്യലായിട്ടുള്ള നമ്മുടെ ഒബ്ലിഗേഷൻസ്, അത് നമ്മൾ നിവർത്തിക്കേണ്ട കാര്യങ്ങളും അതുപോലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നിവർത്തിക്കേണ്ടതായ കാര്യങ്ങളാണ് ഈ 10 കൽപ്പനകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കർത്താവ് ഇതെല്ലാം ഈ സ്നേഹത്തിൽ ചേർന്നിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്, ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവനിലായിത്തീരുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് ആ കൽപ്പനകൾ പ്രമാണിക്കാൻ എന്നാൽ മാത്രമേ കഴിയത്തുള്ളൂ. ക്രിസ്തുവിലേ ഇത് നിവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയാണ് കർത്താവ് ഇത് നൽകിയത് എന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു കാര്യം അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, എന്നാൽ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നുമുണ്ട്. എന്നാലൊട്ട് വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ദാവീദ് പുത്രൻ ആരാണെന്നുള്ളതും എന്താണെന്നുള്ളതും അവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് അവരോടൊരു ചോദ്യം ചോദിച്ചു. അത് നമ്മൾ ഈ തമിഴിലൊക്കെ പറയും കടശിയായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞതുപോലെ, പണ്ടൊരു ദൈവദാസൻ ഇവിടെ, തമിഴ് ഒരു ദൈവദാസൻ വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഭക്ഷണ പദാർത്ഥം കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്, എന്താ ഏതാണെന്ന് പറയുന്നില്ല. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യം ഒരു പ്ലേറ്റ് മേടിച്ച് 2 പ്ലേറ്റ് മേടിച്ച് 3-മതൊരു പ്ലേറ്റും കൂടെ എടുക്കട്ടെ പാസ്റ്റർ എന്ന് ചോദിച്ചപ്പോൾ ആമാം കടശിയായിട്ട് ഒരെണ്ണം കൂടെ പോരട്ടെ എന്ന് പറഞ്ഞതുപോലെ കടശിയായിട്ട് കർത്താവ് അവരോട് ഒരു കാര്യം പറയുകയാണ്. അതോടുകൂടി അവരുടെ ചോദ്യങ്ങൾ നിന്നു. ഇത്രയും നാൾ കൊടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. കർത്താവിനെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവർ തന്നെ കുടുങ്ങുകയാണെന്നുള്ളത് അവർക്ക് അന്നേരം മനസ്സിലായി. കർത്താവിനെ കൊടുക്കാൻ ചോദിക്കുകയാണ്, എന്നാൽ ഈ ചോദിക്കുന്നവർ അതിൽ കുടുങ്ങുന്നത്, അവര് എക്സ്പോസ് ചെയ്യപ്പെടുക, അവര് തുറന്നു കാണിക്കപ്പെടുക, അവരുടെ ഒന്നുമില്ലായ്മയും പാപ്പരത്വവും തുറന്നു കാണിക്കപ്പെടുകയാണ്. ഇവിടെ വളരെ വ്യക്തമായ നിലയിൽ അത് തുറന്നു കാണിക്കപ്പെടുന്നതാണ് തുടർന്ന് കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാമല്ലോ, ദാവീദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ ഒരു വല്യപ്പച്ചനായിട്ട് വരും. നമുക്കറിയാം, ജീനിയോളജി തന്നെ ഉണ്ട്. 2 ജീനിയോളജികൾ വായിക്കുമ്പോഴും ദാവീദിനെ കൂടാതെ ഉള്ള ജീനിയോളജി അല്ല നമ്മൾ വായിക്കുന്നത്, ദാവീദിനെയും ചേർത്തുകൊണ്ടുള്ള ഒരു ജീനിയോളജിയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന, ലൂക്കോസിലും മത്തായിലും നമ്മൾ വായിക്കുന്ന കർത്താവിൻ്റെ ജീനിയോളജി. അപ്പം കർത്താവ് അതിലുണ്ട്. കർത്താവ് ഒരു വല്യപ്പച്ചനാണ്. എന്നാൽ
110 സങ്കീർത്തനം എടുത്ത് അതിൽ നിന്ന് ഇത് കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് അവരോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ തലമുറകൾ മുന്നേ ഏകദേശം 1000ഓളം വർഷം മുന്നേ ജീവിച്ചിരുന്ന മുതുമുത്തച്ഛനായിട്ടുള്ള ദാവീദ് എങ്ങനെയാണ് ഈ മശിഹയെ കയറി കർത്താവെ യഹോവ ആയ ദൈവം, അല്ലെങ്കിൽ 110 സങ്കീർത്തനമായി എൻ്റെ കർത്താവിനോട്, അത് എന്താണെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ജഹോവ ഗോഡ് അഡോണായി മൈ ലോർഡ്, എൻ്റെ ദൈവത്തോട്, എൻ്റെ കർത്താവിനോട്, നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കേണ്ടതിന് എൻ്റെ വലതുഭാഗത്തിരിക്ക എന്ന് കർത്താവിനോട് അരുളി ചെയ്യുന്നു എന്ന് നമ്മൾ ഈ വാക്യം എടുത്ത് അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് യേശു കർത്താവ് പറ്റി, അല്ലെങ്കിൽ മശീഹയെ പറ്റിയുള്ള മശീഹ സങ്കീർത്തനമാണ് എന്നും നമുക്കും അറിയാമല്ലോ. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളോ നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് എന്ന് പറയുക. അപ്പം ഈ മശീഹ ആരാണ് എന്നുള്ള ഒരു ശരിയായിട്ടുള്ള ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിൽ പോലും വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യം. അതാ അവർ സൗകര്യപൂർവ്വം മറന്നു കളയുന്നത്. ഈ മശീഹ അവൻ കർത്താവാണെന്നും അവൻ മശീഹയുടെ ദൈവത്വവും ദൈവത്തോടുള്ള തുല്യതയും, അല്ലെങ്കിൽ അവൻ ഈ മശിഹയെയും കയറി യഹോവ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അഡോണായി എന്ന് വിളിച്ചിട്ടുണ്ടെന്നുള്ളതും അത് മറന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഒരിടത്തല്ല പഴയ നിയമ ഭാഗങ്ങളിൽ എവിടെയൊക്കെ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ ഇത് രണ്ടും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മളിവിടെ പറയുന്നത് പോലെ യെശയ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പം എത്ര കൃത്യമായിട്ടാ മശിഹ ഈ ലോകത്ത് ജനിക്കുകയും അദ്ദേഹം ഒരു സഫറിങ് സെർവൻ്റായിട്ട്, ഒരു കഷ്ടപ്പെടുന്ന ഒരു സേവകനായിട്ട്, എപ്പോഴും എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ഗാനമായി ഗ്രഹാം കെൻഡ്രിക്സ് എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയിട്ടുള്ള ഒരു ഗാനം, ഫ്രം ഹെവൻ ദെയർ കെയിം ഹെൽപ്ലെസ് ബേബ് എൻറ്റേഡ് അവർ എന്തോ അങ്ങനെ എന്താണ്ട് ഹിസ് ഗ്ലോറി വെയിൽഡ് നോട്ട് ടു ബി ബട്ട് ടു സെർവ് എന്ന് പറഞ്ഞ്, ദിസ് ഈസ് അവർ ഗോഡ് ദ സെർവൻ കിങ്, ഹീ കോൾസ് us നൗ ടു ഫോളോ ഹിം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. വളരെ എനിക്ക് അതിൻ്റെ 4 എവിടെങ്ങാണ്ട് പാട്ടുപുസ്തകം ഇരിപ്പുണ്ടോ നോക്കട്ടെ. ഫ്രം ഹെവൻ ദെയർ ക്രെയിം ഹെൽപ്ലെസ് ബേബ്, അത് അതിൻ്റെ ആദ്യത്തെ 4 ലൈൻ പാടാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ്. ഞാൻ പലപ്പോഴും കണ്ണുനീരിലായി പോകുന്ന ഒരു ഗാനമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം മെജസ്റ്റി, വർഷിപ്പ് ഈസ് മെജസ്റ്റി, അതുപോലൊക്കെയുള്ള ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും വളരെ നന്നായിട്ട് ചിത്രീകരിക്കുന്നതായിട്ടുള്ള ഗാനങ്ങളാണ് ഗ്രഹാം കെൻഡ്രിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം എഴുതിയ ഒരു ഗാനമാണ് ഈ പറയുന്ന നമ്പർ പിന്നെയും വിട്ടുപോയി നോക്കട്ടെ. ഒരു മിനിറ്റ്. അതെ, from heaven you came, helpless babe, entered our world, your glory veiled, not to be served but to serve, and give your life that we might live. This is our God, the servant king. He calls us now to follow him, to bring our lives as a daily offering of worship to the servant king, there in the garden of tears. My heavy Lord he chose to bear, his heart with sorrow was torn, yet not my will but yours he said. എത്ര മനോഹരമായ ഒരു ഗാനമാണ് എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും
നമ്മൾ 39 അധ്യായം വരെ യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ പത്രോസ്ലിയ പറയുന്നത് പോലെ ക്രിസ്തുവിന് വരേണ്ടതായിട്ടുള്ള മഹിമയെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും ട്രിബുലേഷൻ പീരീഡിനെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് നമ്മളവിടെ വായിക്കുക. തുടർന്ന് നമ്മൾ 40 അധ്യായം തുടങ്ങുമ്പം സർവൻ സോങ്സ് എന്ന് പറയുന്ന പോലെ ആ കർത്താവിൻ്റെ ആ ദാസനായിട്ട് താനായിത്തീരുന്ന അനുഭവത്തെയും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരിക. 53 അധ്യായമൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന പോലെ തൻ്റെ ദാസൻ അനേകരെ നീതീകരിക്കുകയും അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നവനായിട്ടുള്ള ഈ മശീഹയെക്കുറിച്ച് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ കർത്താവിനോട് 45 സങ്കീർത്തനം, 8 സങ്കീർത്തനം, എത്രയോ സങ്കീർത്തനങ്ങളാണ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കരയുന്ന ഈ ഭാഗങ്ങളൊക്കെ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, വ്യക്തമായിട്ട് അതൊരു മശീഹിക സങ്കീർത്തനമാണെന്നും അത് മശീഹ കടന്നു വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പരിഹാരമായി തീരുന്നതാണ് എന്നും അവർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ടല്ല, എന്നാൽ അവർക്കത് വെളിപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാനായിട്ട്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ തന്നെ വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന എത്രയോ ദൈവവചന ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തെയും അദ്ദേഹത്തിൻ്റെ സെർവൻഹുഡിനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇറ്റേണൽ കിങ്, ഒരു നിത്യരാജാവാണ് അദ്ദേഹം എന്നുള്ളതും വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അപ്പം എന്നാൽ അവർക്ക് കൺഫ്യൂഷൻ നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അവൻ കർത്താവാണ്, അവൻ രാജാവാണ്, അവൻ നിത്യരാജാവാണ്. മശീഹ വെറും മനുഷ്യനോ അല്ലെങ്കിൽ ഒരു റിഫോമറോ അല്ലെങ്കിൽ പുതിയ കാര്യം പഠിപ്പിക്കാൻ വന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല. അവൻ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കർത്താവിനെ പറ്റി എന്ത് എഴുതിയിരിക്കുന്നുവോ അത് തന്നെയാണ് ക്രിസ്തു എന്ന് അവർ അംഗീകരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവനെ ദാവീദിന്റെ മകനായി ജനിക്കുന്നു എങ്കിൽ അവനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? അവൻ നിത്യരാജാവാണ്, അവൻ ദൈവമാണ്, അവൻ രാജാവാണ് എന്നവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക് പ്രശ്നമായി. അവരംഗീകരിക്കേണ്ട കാര്യം അതായിരുന്നു. അത് നമുക്കറിയാം. ഇന്നും ഒത്തിരി പേർക്ക് ഇതുപോലുള്ള കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കറിയാം, കർത്താവിൻ്റെ ദാസൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേരിയെ, യേശുവിൻ്റെ അമ്മയായ മറിയയെ പറ്റിയും അതുപോലെ മറ്റു പല ആൾക്കാരെ പറ്റിയും ഒക്കെ പറയുമ്പോൾ യേശുവിൻ്റെ അമ്മയല്ലേ? അപ്പം നമ്മൾ പറയുക പ്രോട്ടോട്ടോക്കോസ്, അല്ലെങ്കിൽ ദൈവത്തെ ഗർഭത്തിൽ വഹിച്ചവൾ എന്നുള്ള അർത്ഥത്തിൽ അത് പറയപ്പെടുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന കാര്യം കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെ അവൻ്റെ ദൈവത്വം അദ്ദേഹം കൈവിട്ടിട്ടില്ല, മനുഷ്യത്വവും കൈവിട്ടിട്ടില്ല. പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമായ ഒരു ക്രിസ്തുവാണ് ലോകത്തിൽ ജനിച്ചതും ക്രൂശിന്മേൽ മരിച്ചതും എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് ആ പദം ആദ്യമായിട്ട് അത് ഉപയോഗിക്കപ്പെട്ടതെങ്കിലും പിന്നത്തേതിൽ അതിൻ്റെ അർത്ഥതലങ്ങളൊക്കെ മാറ്റി ദൈവത്തിൻ്റെ അമ്മയാക്കി മാറ്റി എന്നുള്ളതും ദൈവമാതാവ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരികയും, അത് കുറച്ചു പേർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ അറിയാം, എന്നാൽ അറിയാത്തവർ അന്ധമായിട്ട് അതിനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയും ദൈവത്തിൻ്റെ മാതാവിനെയാണല്ലോ ഇവർ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ സത്യം പറയേണ്ടി വരുമ്പം അത് രോഷം സഹിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യവും വരുന്നത് നമുക്കറിയാമല്ലോ. വളരെ നമ്മളൊക്കെ കേട്ടോണ്ടിരിക്കുന്നതാണ്. കാരണം യേശു ദൈവമാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെ ദൈവമാക്കാതെ വിടാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ചു പോയാൽ പലരെയും യേശുവിൻ്റെ അമ്മാച്ചനെ ദൈവമാക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് ദൈവത്വം കൊടുത്താൽ പിന്നെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ? വല്യപ്പച്ചന് കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്തുവാണെങ്കിൽ ദാവീദിനും കൊടുക്കണ്ടേ? അവർക്കൊക്കെ ഈ ദൈവത്വത്തിൻ്റെ പരിവേഷം അന്നേരം വേണ്ടേ? അങ്ങനെയാണ് അത് അമലോത്ഭവയും മറ്റു നിലയിലൊക്കെ ആയിത്തീർന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ജന്മപാപത്തിൽ നിന്നൊക്കെ മോചനം ലഭിച്ചവളായിരുന്നു എന്നുള്ള നിലയിൽ നെറേഷൻസ് വരാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇതെന്താണ് ഈ വചനത്തിൽ ഉദ്ദേശിക്കുന്നത്? ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അവിടെ എന്നാ സംഭവിച്ചോ അത് തന്നെയാണ് ഇന്നത്തെ തലമുറയിലും പലർക്കും ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കവിടെ ഉത്തരവില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദാവീദ് അങ്ങനെ വിളിക്കത്തില്ലല്ലോ, വിളിക്കാൻ പാടില്ല. ദാവീദിനെ കയറി അല്ലെങ്കിൽ കർത്താവേ എന്ന് മശീഹയെ എങ്ങനെ വിളിക്കും? അപ്പൊ ഈ മശീഹ ലോകത്തിലേക്ക് ജനിക്കാൻ കാരണമായി തീർന്നത് നമുക്കറിയാം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് നമ്മൾ സ്ഥിരം ഇവിടെ പറയുന്നത് പോലെ ലോകത്തിലേക്ക് മശീഹയെ അവതരിപ്പിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത
അല്ലെങ്കിൽ ദൈവം തൻ്റെ പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ തൻ്റെ തലമുറയിൽ മശിഹ ജനിക്കാൻ ദൈവം ഉദ്ദേശിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് അബ്രഹാം എന്നും, അബ്രഹാമിന് അതല്ലാതെ വേറെ ഏതെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് അബ്രഹാമിനുള്ള ഏറ്റവും അത് ആ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയും അത് തുടർന്നുള്ള തലമുറയും അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് ഗ്രഹിക്കാതെ അപ്പം കർത്താവിന് ഈ ലോകത്തിൽ ജനിക്കാനായിട്ട് നിശ്ചയമായിട്ടും മാനുഷികമായിട്ടൊരു ബന്ധം ആവശ്യമായിരുന്നു. എന്നാൽ നമ്മൾ സൂക്ഷിച്ചു നോക്കുക, ദാവീദിന്റെ സന്തതിയാണോ? നമുക്കറിയാം, ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും അവളിൽ നിന്ന് ക്രിസ്തു എന്നുള്ള മശിഹ ഉത്ഭവിച്ചു, അല്ലെങ്കിൽ അവളിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന പോലെ വംശാവലിയൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്ന വാക്കാണ്, നമുക്കറിയാം, നമ്മൾ പലവട്ടം ഇവിടെ ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ആരും ജനിപ്പിച്ചതല്ല, അന്നേരം വരെ ജനിപ്പിക്കുകയായിരുന്നു. എന്നാൽ അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു എന്ന് നമ്മളതിൻ്റെ 16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ താൻ ജനിക്കുക ചെയ്യുന്നേ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പല കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി വിവരിക്കേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല. നോക്കിയാട്ടെ, കൺഫ്യൂഷൻ, അന്നുണ്ടായിരുന്ന കൺഫ്യൂഷൻ ഇന്നും പ്രിവെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതിൽ മാനുഷികം എന്തുവാ ദൈവികം എന്താന്ന് തിരിച്ചറിയാൻ കഴിയാതെയും മൂപ്പ് ഇളമയിലും മാനുഷികമായിട്ടുള്ള തലമുറയിലും വല്യപ്പച്ചനും വല്യമ്മയും ആ നിലയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതൊരു ഇടർച്ച തന്നെയാ. ക്രിസ്തുവിന്റെ ദൈവത്വം തിരിച്ചറിയാതെ പോകുന്ന എല്ലാവർക്കും അതൊരു ഇടർച്ച തന്നെയാ. അവനെ ഒന്നുകിൽ പൂർണ്ണമായും ദൈവമായും കർത്താവായിട്ടും അംഗീകരിക്കുക, അല്ലെങ്കിൽ അവനെ ഒന്നുമായിട്ടും അംഗീകരിക്കേണ്ട എന്നൊരു ദൈവദാസൻ ജോഷ് മക്ഡവലാന്ന് തോന്നുന്നു, കഴിഞ്ഞ തലമുറയിലെ വലിയൊരു അപ്പോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോളജറ്റിക് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒന്നുകിൽ ഹി വാസ് എ ലൂണാറ്റിക് ഓർ എ ലയർ ഓർ ഹി മസ്റ്റ് ബി ക്രൈസ്റ്റ്, അല്ലെങ്കിൽ അവൻ പറഞ്ഞതുപോലെ അവൻ ദൈവമായി, അവൻ ക്രിസ്തുവാണ്, അവൻ ദൈവമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. ക്രിസ്തുവിന്റെ അവകാശവാദങ്ങളെ വെച്ച് നോക്കുമ്പം ആർക്കും ഒരിക്കലും അത് അങ്ങനെ പറയാനായിട്ട് കഴിയത്തില്ല. അദ്ദേഹം ഒരു ഭ്രാന്തനായിരുന്നെന്നോ, ഒരു കള്ളം അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് കള്ളം പറഞ്ഞ് മനുഷ്യരെ കളിപ്പിച്ചവനാണെന്നോ അദ്ദേഹം 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോഴോ സമാന്തരമായുള്ള ചരിത്രങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയത്തില്ല. അത് അവസാനം ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് പറഞ്ഞ റോമൻ പടയാളി പറഞ്ഞതുപോലെ, സാക്ഷാൽ അവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ന് ദൈവദാസൻ ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവർ, എത്ര ശ്രേഷ്ഠമായൊരു ദൈവവചന ഭാഗമാണ്. അതിനുശേഷം അവർക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ എന്നെ മശിഹയെന്ന് ദാവീദ് പുത്രൻ എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ചേ കഴിയൂ. അത്യുന്നതന്റെ പുത്രനായ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് നീ ദൈവത്തിന് നിന്നെ തന്നെ സമനാക്കിയല്ലോ എന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ അദ്ദേഹത്തിന്റെ കുറ്റസംഗതിയെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ദൈവത്തിന് തന്നെ സമനാക്കി, കല്ലെറിയാൻ നോക്കി, കൊല്ലാൻ നോക്കി. കാരണം തന്നെ ദൈവത്തിന് അവൻ സമനാക്കി തീർത്തു എന്നുള്ളതാണ്. അദ്ദേഹം ദൈവത്തിന് സമനാണ്. ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്നുള്ള വാക്യം നമുക്ക് അറിയാമല്ലോ എത്രയോ ഭാഗങ്ങളിൽ. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാർ ഇന്ന് വിടിരുന്നുകൊണ്ട് വിഡ്ഢിത്തരമായിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ട് ഇന്നും ഇരിപ്പുണ്ട്. ദേവദാസൻ പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ചോദ്യത്തിന് മുന്നിൽ ഓരോരുത്തരും ഉത്തരം പറയേണ്ടതായിട്ടുള്ള ചോദ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ,